ടോയ്ലറ്റ്, SC/ST മേഖലകളിലും അല്ലാതെ ജനറൽ എല്ലാവരും പെൻഷൻ അങ്ങനെയുള്ള ഉന്നതികളിൽ ഹൈമാസ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. നെൽപ്പാടം അതിന് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ആട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പശു വളർത്തുന്നവർക്കും ജനറൽ കാറ്റഗറി ജീബിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. റിംഗ് കമ്പോസ്റ്റ് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒട്ടുമിക്ക വീടുകളിലും ഒരുപാട് ഇപ്പം വാർഡിൽ തന്നെ 18 കുടുംബശ്രീ ഉണ്ട്. ഒരു റോഡും ഒരു കൾവത്തും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു ലാസ്റ്റത്തെ മാഡം നമസ്കാരം. ബളാൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് ബളാൽ എന്ന പേരിൽ തന്നെയുള്ള വാർഡിന്റെ മെമ്പറാണ് അജിത. മാഡം, ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ കൊണ്ട് ബളാൽ എന്ന വാർഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? റോഡ് സംബന്ധമായിട്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായാലും അങ്ങനെയുള്ള പല രീതിയിലുള്ള വികസനങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ വികസനങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? റോഡുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയും അതുപോലെ PMAY എന്ന് വേണ്ട അങ്ങനെയുള്ള ഭവനങ്ങളായാലും ടോയ്ലറ്റ്, SC/ST മേഖലകളിലും അല്ലാതെ ജനറൽ എല്ലാവരും പെൻഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭവന പദ്ധതികൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്? എത്ര എണ്ണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് മാഡം തന്നെ പട്ടികജാതി പട്ടിക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആ ഒരു വിഭാഗത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? 28ഓളം വീടുകൾ കൊടുക്കാൻ പറ്റും. ലൈഫ് ഭവന പദ്ധതിയിൽ അതുപോലെ തന്നെ PMAYയിലും 9ഓളം വീടുകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് വേണ്ടി വേറെ എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അവരുടെ വിദ്യാഭ്യാസം, ഉന്നമനം, അത്തരം കാര്യങ്ങളിൽ സാമൂഹ്യപരമായി ഉള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും? സാമൂഹ്യപരമായെങ്കിൽ അവരെ ഉന്നതികളിൽ ഹൈമാസ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, കുടിവെള്ളം, പാർപ്പിടം എന്ന് വേണ്ട സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലകളിൽ സ്കോളർഷിപ്പ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊന്ന് വിശദമായി പറയാം. എന്തൊക്കെ സ്കോളർഷിപ്പാണ്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിട്ട് അങ്ങനെ ലാപ്ടോപ്പ് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എത്രത്തോളം? വിവാഹധന സഹായം ഇപ്പം 9 പേർക്ക് ആയിട്ടുണ്ട്. ലാപ്ടോപ്പ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? ലാപ്ടോപ്പ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വിവാഹ ധനസഹായമായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28ഓളം വീടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ കുടിവെള്ളം, മറ്റ് പ്രത്യേകിച്ച് ബളാൽ മേഖല കുടിവെള്ളത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ? കുടിവെള്ളത്തിന് വേണ്ട കുടിവെള്ള പദ്ധതികളിൽ ബോർവെല്ല്, അതുപോലെ തന്നെ കുളം നവീകരണം, കിണർ നവീകരണം, അങ്ങനെയുള്ള കിണർ റീചാർജിങ് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബളാൽ മേഖല കൃഷിക്ക് കുറച്ചുകൂടി പേരുകേട്ടൊരു മേഖലയാണ്. അപ്പോൾ കൃഷി വികസനത്തിനായിട്ട്, കാർഷിക വിളകളുടെ വികസനത്തിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ബളാലിൽ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ബളാൽ അമ്പലം നെൽപ്പാടം അതിന് പഞ്ചായത്തിന്റെ സഹായത്തോടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനും അവരെ എന്തായിരുന്നു എടുത്തു പറയാമോ? കൃഷി ഇറക്കുന്നതിന് പഞ്ചായത്തിന്റെ സഹായത്തോടെ കൃഷി ഇറക്കുന്നതിനും അതിനെ അമ്പല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ നമ്മൾ ജനപ്രതിനിധികളും ഒക്കെ സഹായിച്ചുകൊണ്ട് എല്ലാ വർഷവും അവർ കൃഷി ഇറക്കുന്നതിന് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫണ്ട് ആയാലും അതിന്റെ വിളകൾ, കൃഷി വിത്തുകൾ, കാർഷിക വികസന മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാഡം, ഈ ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നീ വിഭാഗങ്ങളിലൊക്കെ ക്ഷീരവികസനം പ്രത്യേകിച്ച് ബളാൽ പഞ്ചായത്തിൽ നല്ല രീതിയിൽ പോകുന്നൊരു മേഖലയാണ് ക്ഷീരവികസനം, ക്ഷീര മേഖല. അത്തരം ആളുകളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്? പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർക്ക് ആട് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെ വരുമാനത്തിന് വേണ്ടിയുള്ള ഒരുപാട് ഒരു 4 കുടുംബങ്ങൾക്ക് ആട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പശു വളർത്തുന്നവർക്ക്, ജനറൽ കാറ്റഗറി പെടുന്നവർക്ക് പശു വളർത്തുന്നതിനും പിന്നെ തീറ്റപ്പൽ കൃഷി, പിന്നെ ധാതുലവണ മിശ്രിതം, പിന്നെ പാലിന് സബ്സിഡി അങ്ങനെയുള്ള പഞ്ചായത്ത് പദ്ധതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഈ മാലിന്യ സംസ്കരണ മേഖലയിലും ശുചിത്വ മേഖലയിലൊക്കെ എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ട്? ജീബിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. റിംഗ് കമ്പോസ്റ്റ് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒട്ടുമിക്ക വീടുകളിലും സോക്ക് ബിറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.
കലാകായിക രംഗത്ത് എന്താണ് ഒരു വാർഡിനെ കുറിച്ച് പറയാനുള്ളത്? കലാകായിക രംഗത്ത് വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല SC/ST മേഖലയിൽപ്പെട്ടവർ ഒരുപാട് നല്ല കഴിവുകളുണ്ട്. അവരെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളോത്സവം എന്ന് വേണ്ട പരിപാടികൾ, അങ്ങനെ വാർഡ് സംബന്ധമായിട്ടുള്ള കലാപരിപാടികൾ വെക്കാറുണ്ട്. പിന്നെ ആഘോഷ ദിനങ്ങളിൽ പിന്നെ ഈ ഓണം അങ്ങനെയുള്ള ഇതിൽ കലാപരിപാടികളൊക്കെ വെച്ച് നമ്മളൊക്കെ സഹായിച്ച് അവരെ കലാകായിക രംഗത്ത് അതിൽ ഉൾപ്പെടുന്ന ആളുകളെ ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക നേട്ടം എടുത്ത് പറയാനുണ്ടോ? ഈ കേരളോത്സവത്തിൽ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ മത്സരിച്ച് അങ്ങനെ ജില്ല വരെ എത്തിക്കാൻ ഒരു ടീമിനെ എൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ യുവജനക്ഷേമ മേഖലയിൽ എന്താണ് മാഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ? യുവജനക്ഷേമ മേഖലകളിൽ കുട്ടികളുടെ ഇങ്ങനെ കളി, ഇപ്പം ഫുട്ബോള് അങ്ങനെയുള്ള കളിക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരൊരു ഗ്രൗണ്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ സ്ഥലത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതിനാൽ അത് ഇങ്ങനെ ഒരു പെൻഡിങ്ങിലുണ്ട്. സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട മറ്റ് നടപടികളെല്ലാം ഒക്കെ സ്വീകരിച്ചു വരുന്നതേ ഉള്ളൂ. സ്ഥലം ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. തുടർ വിദ്യാഭ്യാസം, സാക്ഷരത, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ലിറ്ററസി ആവറേജ് നോക്കിയാൽ അതിനേക്കാളും താഴെയാണ് ബളാൽ പഞ്ചായത്ത്. അത്തരം മേഖലകൾ, സാക്ഷരതാ മേഖലയിൽ, തുടർ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിന് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും സ്കൂളിൽ ഇങ്ങനെ പഠിത്തം മുടങ്ങിയവരൊക്കെ നമ്മൾ ബോധവൽക്കരണം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ, ഒരു 2-3 കുട്ടികളെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എത്രമാത്രം ആളുകൾ അതിൽ ഉൾപ്പെടുത്തി, എത്രമാത്രം ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒരുപാട്. ഇപ്പം വാർഡിൽ തന്നെ 18 കുടുംബശ്രീ ഉണ്ട്. ആ കുടുംബശ്രീയിലെ എല്ലാം തന്നെ കൊഴിഞ്ഞുപോക്ക് നമ്മൾ 3-ാം വാർഡിൽ കുറവാണ്. എല്ലാവരെയും തന്നെ കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് വേണ്ട സബ്സിഡിയും കാര്യങ്ങളും ആയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിൽ സ്ത്രീകളാണ് കുടുംബശ്രീയിൽ, പ്രത്യേകിച്ച് മാഡം ഒരു സ്ത്രീ ആയ സ്ഥിതിക്ക് എത്രമാത്രം ആളുകൾ അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്? എത്രമാത്രം കുടുംബങ്ങൾക്ക് ആ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? പട്ടികവർഗത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പം അവരെയൊക്കെ ബോധവൽക്കരണം കൊടുത്ത് കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തി അങ്ങനെയുള്ള അവരെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഇപ്പം എല്ലാ മേഖലകളിലും ചോദിക്കും കുടുംബശ്രീയിൽ അംഗമാണോ, മാതാപിതാക്കളാണെങ്കിലും 18 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിലും അവരെ ബോധവൽക്കരണം കൊടുത്ത് കുടുംബശ്രീയിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അവരുടെ വീടിന് ഒരു വരുമാന മാർഗം കൊടുക്കാൻ, വീടിന് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഏതായാലും 2020 5 വർഷത്തെ സേവനത്തിന് ശേഷം ഏകദേശം പൂർത്തിയാവാനുള്ള കാലയളവിൽ നിൽക്കുകയാണ്. ഈ 5 വർഷത്തെ കാലയളവിൽ 2020 ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഏതൊക്കെ പാലിക്കാൻ പറ്റിയിട്ടുണ്ട്? എല്ലാം പറ്റിയിട്ടില്ല എങ്കിൽ പോലും മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഒരു റോഡും ഒരു കൾവർട്ടും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായിരുന്നു ലാസ്റ്റത്തെ പൂർത്തിയാവാൻ ബാക്കി ഒക്കെ ഏകദേശം നടത്തി. ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഏകദേശം സാധിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലം അങ്ങനെയൊക്കെ ബാക്കിയായിട്ട് കുറച്ചുണ്ട്. ഒരുവിധ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. സാധിച്ചിട്ടുണ്ട്. ഓക്കെ മാഡം, ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിന്